നമ്മുടെ തൊപ്പിയുടെ KGF, തൊപ്പിയുടെ MRC ഗ്യാങ്. ഒരു പക്ഷേ ബിഗ് ബോസിനേക്കാൾ കൂടുതൽ ജെൻസി ക്രൗഡിനിടയിൽ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യാവുന്നത് ഈ തൊപ്പി MRG ഗ്യാങ് തന്നെയായിരിക്കും. ഭയങ്കര വ്യൂവർഷിപ്പാണ് MRG ഗ്യാങ്ങിൻ്റെ ആ ഒരു ലൈവ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്. അതിപ്പോൾ ഞാൻ ജെൻസി ക്രൗഡ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവരെടുത്ത് പറഞ്ഞു എന്നുള്ളൂ. അല്ലെങ്കിലും എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരും MRC തൊപ്പിയുടെ ലൈവ് ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, തൊപ്പിയുടെ ഒരു മെച്യൂർ ഫേസ് എല്ലാവർക്കും കുറച്ചും കൂടി സൂട്ടബിളായിട്ട് തോന്നി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തൊപ്പിയാണെങ്കിലും ആ ഒരു അഡാപ്റ്റേഷൻ കൃത്യമായി ചെയ്തു. ഓക്കെ, പിന്നെ ഈ മമ്മു ഇഷ്യൂസൊക്കെ ഒരു സൈഡിലുണ്ട്, ബട്ട് അത് ഹാൻഡിൽ ചെയ്തത് കൃത്യമായിട്ടായതുകൊണ്ട് തന്നെ വലിയ സീനുകളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് MRC ബിൽഡ് ചെയ്യുകയാണ്. ഓൾറെഡി 9 പേരുണ്ട്. ഈ 10ാമതൊരാളെ എടുക്കുക എന്നുള്ളൊരു ടാസ്കിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം പ്രേക്ഷകർക്കൊക്കെ അറിയാം. ഈ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കറിയാം തൊപ്പിയുടെ വീട്ടിലേക്ക് ആരും കയറ്റിയെന്നില്ല. തൊപ്പി പല വീടുകളും മാറിപ്പോവാൻ കാരണം ഇതേപോലെ വിസിറ്റേഴ്സിൻ്റെ ഉപദ്രവം കാരണമാണ്. ഇപ്പോൾ ഈ MRG എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഗ്യാങ് ഹൗസ് ആക്കി മാറ്റി ഗ്യാങ്ങിലേക്ക് ആളെടുക്കുന്നു. ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് സ്ട്രീമിൽ അവരെ കൊണ്ടുവന്നിരുത്തുന്നു. അവർക്ക് അപ്രീഷിയേഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളും സ്പേസും അവർക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഫോർമാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ബിഗ് ബോസിനേക്കാൾ കൂടുതൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് കോണ്ടന്റ് ഉണ്ട്, സംഗതി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഈ 1-2 വ്യക്തികൾ അവിടെ വന്നു പോയവരെ കുറിച്ചും അല്ലെങ്കിൽ മൊത്തമുള്ള ഈ ഫെയിം എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, ഇപ്പോൾ എനിക്കും ഫെയിം വേണം, ഈ സോഷ്യൽ മീഡിയ ഉള്ളവർക്കൊക്കെ ഫെയിം വേണം. ആ ഫെയിമിൻ്റെ ലെവൽ എത്രത്തോളം വേണം എന്നുള്ളതും ആ ഫെയിം വന്നു കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതുമാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഏറ്റവും വലിയൊരു കീ ആയിട്ടുള്ളത്. ഇപ്പം MRG ഗ്യാങ്ങിലേക്ക് ഫെയിം ആലോചിച്ചും പണം ആലോചിച്ചും അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്, വന്നു പോയവരുണ്ട്. ഇതിൻ്റെ ഒരു ഡേഞ്ചർ സൈഡും ഇനി എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഡേഞ്ചർ സൈഡിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും സംസാരിക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സൈഡിലൊരു വ്യക്തിയുടെ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം മലപ്പുറത്ത് നിന്ന് പോയൊരു വ്യക്തിയാണ്. ഓക്കെ, മലപ്പുറത്ത് നിന്ന് തൊപ്പിയെ കാണാൻ വേണ്ടി കാൽനട യാത്രയായിട്ട് പോയതാണ്. സിമിലർ കൈൻഡ് ഓഫ് ഉണ്ണിക്കണ്ണൻ വൈബാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും തൊപ്പി ഇതിനെക്കുറിച്ച് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇയാൾ നടന്ന് തൊപ്പിയെ കാണാൻ പോകുന്നത് കൊണ്ട് ഹെയ്റ്റ് ഫുള്ള് കിട്ടുന്നത് തൊപ്പിക്കാണ്. അപ്പം തൊപ്പി റിലേറ്റഡ് ആയിട്ട് എന്ത് സംഭവിച്ചാലും ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ കിട്ടില്ല, നെഗറ്റീവായിട്ടാണെങ്കിൽ അവൻ്റെ തലയിൽ പോയിരിക്കും. ആ അവസ്ഥയാണ്. അപ്പോൾ ഇയാളുടെ വീഡിയോ ഇയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, ബാക്കി ചാനലുകൾ പിടിച്ചിടുന്നു, അടിയിൽ തൊപ്പിക്ക് തെറിവിളി കേൾക്കുന്നു. അങ്ങനെ ഇയാളവിടെ എത്തി. ഇയാൾ എത്തിയ സമയത്ത് തൊപ്പി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി ഏതോ മീഡിയക്കാർ വന്ന് പാപ്പരാസി വന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മളെ കേരളത്തില് വിജയാണല്ലോ തൊപ്പി. അപ്പൊ വിജയനെ പോലെ ആള് നട്ടത് ഭയങ്കര ഊക്കാ കിട്ടുന്ന അന്യ ആൾക്കാർ പറയുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലോ, പോയിട്ട് ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങല്ലേന്, മനസ്സിലായോ? ഇതെന്താ നിങ്ങളൊരു മോട്ടിവേഷൻ എന്താ ഇതിലേക്ക് ഇറങ്ങാൻ തോന്നിയ കാര്യം? നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നാണോ അതോ? അല്ലല്ല, ഞാൻ എന്താ വെച്ചാല് ഒരു ട്രെയിനില് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കോണിമല്ല അടിച്ചിട്ട് പോയാല് അതൊരു ഇത്ര ബലം ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ ഇത്ര നമ്മള് 130 കിലോമീറ്റർ ചാണ്ടി ഇങ്ങോട്ട് വന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടേക്ക, നിങ്ങൾ ഈ ചാറ്റിലോ നോക്കിയോ, എല്ലാരും കിക്കും എൽ സ്ട്രീം ഇത് എന്നല്ല പറയും. നിങ്ങളും സാധാരണ പോലെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് അതിനോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി ഇരുന്ന് നമുക്ക് ഇതാക്കാം. ഇതിപ്പോ എല്ലാവരും കിക്കുന്നത് പറയാൻ കാരണം എന്താ അറിയോ? നിങ്ങൾ ഈ ഉണ്ണിക്കണ്ണൻ മംഗളുടെ അതിനെ കണ്ടിട്ടല്ലേ ഇത് ചെയ്തത്? അതല്ല, ഞാൻ അങ്ങനെ രീതിയിലല്ലേ ആയിരിക്കൂല, പക്ഷെ ആൾക്കാർ അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾ ഈ മീഡിയന്റെ മുന്നിൽ ഇങ്ങനെ കോമാളി ആവാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ? എത്ര മക്കളുണ്ട്? 3 മക്കളുള്ള. നാളെ നിങ്ങളെ മക്കൾ വളർന്ന് വലുതാവുമ്പോ ഈ പഴയ വീഡിയോ കൊടുത്തിട്ട് അവന്റെ സ്കൂളിൽ പോകുമ്പോ അവന്റെ ഫ്രണ്ട്സ് കളിയാക്കൂലേ? നിങ്ങൾ ബാക്കിയെല്ലാം പോട്ടെ, ഈ സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ആവുമ്പോ ഞാൻ പറയാൻ അർഹനല്ല, ഞാൻ അങ്ങനെ നടന്നതാണ്. പക്ഷെ ഞാൻ മക്കളെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ പിള്ളേരെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഈ മീഡിയക്കാർ വന്നിട്ട് നിങ്ങളോട് അങ്ങനെ പറയുന്ന പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല, മനസ്സിലാവും? അവര് റീച്ചിന് വേണ്ടി നിങ്ങളൊരു ഉണ്ണിക്കണ്ണൻ മംഗൾഡാമാക്കി മാറ്റുന്നതാ. ഇതിന് തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ മെച്ചുവറായിട്ട് തൊപ്പി സംസാരിച്ച പോലെയല്ല ആണ്. കാരണം തൊപ്പി ആ ഒരു ഫേസിലൂടെ വന്ന ഒരാളാണ്. ഐഷോ സ്പീഡിനെ കോപ്പി ചെയ്ത് കാണിക്കാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല, പിടിക്കാതായിട്ടുള്ള ഒരു വള്ളിയില്ല ആ ഒരു ടൈമിൽ. അതിനൊരു അനുഭവത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് തന്നെയാണ്. കാരണം ഇപ്പോഴും അതിൻ്റെ ഒരു ബാഗേജ് തൊപ്പിക്കുണ്ട്, മനസ്സിലായോ? അതിൻ്റെ അന്ന് ചെയ്തു വെച്ച കാര്യങ്ങളുടെ ബാഗേജ് ഇപ്പോഴും തൊപ്പിയുടെ തലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തൊപ്പിയാണ് ദ ബെസ്റ്റ്
ട്രാൻസ്ഫോം ആയതിനു ശേഷം ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി തൊപ്പിയുടെ യൂണിവേഴ്സിറ്റിയാണ്. അതാണ് തൊപ്പി പറഞ്ഞു കൊടുത്തത്. പിന്നെ ഞാൻ കാണുന്നൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ പലരും എൻ്റെ ഫ്രണ്ട്സാണ്. പല യൂണിവേഴ്സുകളുണ്ട്. ആറാട്ടണ്ണൻ, വനിതാ വിനീത, പെരേര ഒരു യൂണിവേഴ്സ് ഒരു സൈഡിൽ പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലൂടെ ആക്ടിങ് എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് സിനിമയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആളുകൾ, ഞാൻ ഈ പേരെടുത്ത് പറഞ്ഞാൽ കുറേ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. ബിഗ് ബോസ് ഇതൊക്കെ ഒരു സമ്മ് വരുന്നത് എങ്ങോട്ടാ അറിയാം, ബിഗ് ബോസിലേക്കാണ്. ഓക്കെ, ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് ഇതും ഒരു കാര്യമായി പോയി. കാരണം ഒരു വിസിബിലിറ്റി, ഫെയിം കിട്ടണം. ഒരു കുറച്ച് കാലം മുമ്പ് വരെ നമ്മൾ കണ്ട എന്താ, വനിതാ വിനീതേൻ്റെ മുന്നിൽ പോയിരുന്നിട്ടുള്ള വീഡിയോസ്, അവിടെ നിന്നുള്ള ആ ഒരു സംഗതികൾ ചെയ്താൽ, ആ ബെൽറ്റിൻ്റെ വീഡിയോസ് ചെയ്താൽ ഒരു വിസിബിലിറ്റി കിട്ടും. അത് ഒരു എന്താ പോസിറ്റീവ് കൈൻഡ് ഓഫ് സാധനമല്ല. വാട്ട് എവർ ഇറ്റ് ഈസ് അത് കിട്ടണം. ഫെയിം എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഫെയിം ആവണം. ഏത് രീതിയിലാണെങ്കിൽ ഫെയിം ആവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് കയറാൻ പല യൂണിവേഴ്സുകളുണ്ട്. അതേപോലെ ഒരു യൂണിവേഴ്സായിട്ട് തൊപ്പിയുടെ ഈ MRC ഗ്യാങ്ങിൻ്റെ സ്ട്രീം മാറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അരോചകമായിരിക്കും. ബിക്കോസ് ടാലൻറ്റുകൾ ഷോക്കേസ് ചെയ്യാനാണ് ഇവിടെ എന്തില്ലാത്ത ഒരു സ്പേസ് ഇല്ലാത്ത. മനസ്സിലായോ? ഇപ്പം എനിക്കൊരു റിയാക്ഷൻ ചാനലായതുകൊണ്ട് എനിക്കത് ചെയ്യാനും പറ്റില്ല. നമുക്ക് ടാലൻറ്റുകളെ കൊണ്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഈ വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു ചാനലാണിത്. തൊപ്പിയുടെ സ്ട്രീം തൊപ്പി അങ്ങനെ മാറ്റുമ്പോൾ, അതായത് ടാലൻറ്റുകൾ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി മാറ്റുമ്പോൾ, അത് ശരിക്കും ഭയങ്കര വിസിബിലിറ്റിയാണ് ഉള്ളത്. എല്ലാവർക്കും റിയാലിറ്റി ഷോസ് കിട്ടും, എല്ലാവർക്കും ഒരു സ്റ്റേജ് കിട്ടും. ഇപ്പോഴത്തെ സ്റ്റേജ് എന്താ? ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പുറത്തിറക്കുമ്പോൾ കിട്ടുന്നതല്ല. നല്ല ഓഡിയനുള്ള ഒരു ലൈവ് സ്ട്രീം അല്ലെങ്കിൽ ഒരു നല്ല വ്യൂവർഷിപ്പ് ഉള്ള ഒരു യൂട്യൂബറിൻ്റെ ചാനൽ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ വിസിബിലിറ്റിക്കുള്ള ഏറ്റവും നല്ല ഒരു റീച്ചുള്ള കാര്യം. മനസ്സിലായോ? അപ്പോൾ അത് ലൈവായിട്ട് തൊപ്പി തുറന്നു കൊടുക്കുകയാണ് ആളുകൾക്ക്, ടാലൻറ്റുകൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കയറി പോണത് മൊത്തം ഈ ഫെയിം ആലോചിച്ചിട്ട് പോകുന്ന എന്താ പറയുക, ആ യൂണിവേഴ്സിൽ പെട്ട ആളുകളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് തൊപ്പിക്കാൻ തിരിച്ചടിയും വരും. കാരണം ഇവർ ഫെയിമിന് വേണ്ടി നാളെ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു എന്താ പറയുക കുത്തിൽ തൊപ്പിക്കന്നെ കിട്ടും. ഇത് തൊപ്പീൻ്റെ ലൈവിലൊന്നുമല്ലേ, ഈ സാധനം വരും. പിന്നെ വേറൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കൊക്കെ വന്നവരും പോയവരും നിന്ന് കഴിഞ്ഞാൽ അത് വേറെ സീൻ. അവരെന്തെങ്കിലും വള്ളി പിടിച്ചവരോ കേസുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും എൻ്റെ തലയിൽ തന്നെ. ഇതിനിടയിലൊരു മാഷ് വന്നു പോയിട്ടുണ്ടായിരുന്നു. എന്താ പേര്? അഭിനവ്. എവിടുന്ന് വരുന്നത്? ട്രിവാൻഡ്രം. MRC ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാൻ വന്നതാണ്. എൻ്റെ ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. ജോലി സ്കൂളിലെ സാറാണ്. സാറാ? ഇരിക്ക്. മാഷെ അടിക്കരുത് നമ്മളാ. നമ്മ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമില്ല. മാഷോ കാര്യം പറ വെറുതെ. ഞാൻ ഹിന്ദി അധ്യാപകനാ. അമ്മ സത്യം ഹിന്ദി അധ്യാപകനാ. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പോ സ്കൂളിൽ റിസൈൻ ചെയ്തിട്ട് MRC ഗ്യാങ്ങിൽ മെമ്പർ ആവുന്നു. 10th മെമ്പർ ആവാൻ വേണ്ടിട്ട് വന്നു. അതും തിരുവനന്തപുരം ഹിന്ദി മാഷ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? തീരുമാനം എനിക്ക് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചാവാൻ പോലും പോയ ഞാനാണ്. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ പ്രത്യേക ഒരു ചാവാൻ പോയോ? കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് തൽക്കാലം ഇപ്പൊ പറയണ്ട. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പം നിങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാനൊന്നും എന്നെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം. ഇല്ല ഞാൻ എനിക്ക് 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സാ. ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഡാൻസ് അധ്യാപകനാണ്. ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആണോ? എത്ര വർഷമായി സാറായിട്ട്? 3 വർഷം. ഞാൻ 2017-20 യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഹിന്ദി ഡിഗ്രി, പിന്നെ MA 2020-22, പിന്നെ 23-24 B.Ed, പിന്നെ അപ്പോഴത്തന്നെ സ്പോട്ടിൽ തന്നെ അധ്യാപകനായിട്ട് കയറി. പിന്നെ ഇങ്ങോട്ട് വന്നു. വീട് നാടും എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഞാൻ ട്യൂഷൻ സെൻ്റർ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. നോക്കിക്കോളണം എന്ന് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 150ഓളം കുട്ടികളുണ്ട്. എത്രാം ക്ലാസ് തൊട്ട്? 1 മുതൽ ഏകദേശം പ്ലസ് 2 വരെ. എന്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. സ്ക്രിപ്റ്റ് എന്ന് പലരും പറഞ്ഞാലും ഇതിൻ്റെ സ്ക്രിപ്റ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് ഇപ്പോൾ തൊപ്പി റവന്യൂ റിവീൽ ചെയ്യുന്നുണ്ട്, അവിടെ ഉള്ളവരുടെ ലൈഫ് സെറ്റിലാക്കിയ കഥകൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ മാഷ് എന്ന് പറഞ്ഞ ആളുടെ ലൈഫിനകത്ത് എന്തൊക്കെയോ വലിയ എന്തോ സീനുകളുണ്ട്. ഓക്കെ, അത് കമൻറ്റ് ബോക്സ്, അയാളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സ് പോയൊക്കെ എനിക്ക് മനസ്സിലാവും. പലരും പല കമൻറ്റ് ഇട്ടിട്ടുണ്ട്.
മര്യാദയ്ക്ക് പോയതായിരുന്നു, പിന്നെന്തോ സ്കാമോ എന്തോ സംഗതി, അയാൾ വള്ളി പിടിച്ചതോ അതോ നാട്ടുകാർക്ക് വള്ളി കൊടുത്തോ എന്താണെങ്കിൽ 10-12 ലക്ഷം രൂപയുടെ ഒരു പരിപാടി ഇയാളെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇതേപോലുള്ള ക്യാരക്ടറുകൾ കയറി ചെല്ലുകയാണ് വീട്ടിൽ. മനസ്സിലായില്ലേ? ഇനി ഇതും ഇങ്ങനെയല്ല, ചിലപ്പോൾ എക്സ്ട്രീം വിയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം, വയലൻ്റ് ആവുന്ന ക്യാരക്ടേഴ്സും എല്ലാം. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഫെയിം ആവണം. അതെങ്ങനെ ഫെയിം ആയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയിലാണെന്നുണ്ടെങ്കിൽ അത് ആർക്കാ വള്ളി കിട്ടുക? ഇവർക്കാണ് കിട്ടുക. ഞാൻ പറയുമ്പോൾ ഉള്ള ഗ്യാങ് അങ്ങനെ ഓക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. വരുന്ന ആളുകളെ വിളിച്ച് ഇപ്പോൾ ഈ പറഞ്ഞവർ എല്ലാവരും കയറ്റി കൊണ്ടുവന്ന് ഇരുത്തണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു ഓഡീഷനോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ മാസത്തിലൊരു സ്ഥലം എടുത്തിട്ട് അവിടെ ആ ഒരൊറ്റ ദിവസം എല്ലാവരെയും വിളിച്ചൊരു ഓഡീഷൻ പോലെ വെച്ചിട്ട് ആൾക്കാരോട് ചാറ്റിനോട് ചോദിക്കുക ആരെടുക്കണം എന്നുള്ളത്, ഒരു വോട്ടിനിടുക, തീർന്നു. ഇത്രേ ചെയ്യാൻ പറ്റൂ ബേസിക്കലി. അല്ലാതെ വന്നവനും മൂന്നവനും ഒക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാണിത്. ഞാൻ നേരിട്ട് തൊപ്പിനോട് വിളിച്ച് പറഞ്ഞു പോകണം. കാരണം എനിക്കിത് കണ്ടിട്ട് ഞാൻ കുറേ ആയിട്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവനോട് പറയാനുള്ള ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടേ, അളിയാ ഇത് പണിയാണ്, നാളെ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു പരിപാടിയിൽ കുടുങ്ങി ഒരുത്തനാണെങ്കിലും പണിയാണ്, നാളെ ഇവിടുന്ന് ഇറങ്ങി പോയിട്ട് എന്തെങ്കിലും പെട്ടാലും പണിയാണ്, അണക്ക് പണി തരണം എന്ന് പറഞ്ഞ് വന്നാലും അത് പണിയാണ്. ഏത് വഴിക്ക് പോയാലും ആ തോട്ടി വന്നിരിക്കാൻ പോകുന്നത് ഈ തൊപ്പിയുടെ കഴുത്തിലാണ്. മനസ്സിലായില്ലേ? അത് ഇവനെ പെടുത്താനായിട്ടൊരു ടീമുണ്ട് തൊപ്പീനെ എങ്ങനെയെങ്കിലും വളഞ്ഞിട്ട് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് നടക്കുന്ന ടീമിന് ഈ തോട്ടി പിടിക്കാനും സുഖമാണ്. അപ്പം അങ്ങനത്തെ സ്കീമിക്ക് കാര്യങ്ങൾ പോവാതിരിക്കുക എന്നുള്ളതൊരു ബെറ്റർ ഫേസ് ആണ്. അത് അവരെന്താണെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, തൊപ്പീനെ അത് പിന്നെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇങ്ങനത്തെ പരിപാടികളില്ല, ഏതെങ്കിലും ഒരാളെയൊക്കെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യുന്നത് ഇറ്റ്സ് ഫൈൻ, നല്ല കാര്യമാണ്. ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാം. നല്ല പാടുന്ന, ഡാൻസ് കളിക്കുന്ന, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ടാലൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, ചിത്രം വരയാവാം, എന്തും ആവാം. ആ ലൈവിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ലോകത്തിനെ കാണിക്കാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടാൻ നിങ്ങൾക്ക് പോവാം. അത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഫൈൻ, ഒരു ഇൻസ്റ്റൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. പിന്നെ അത് അങ്ങനെ ഒരാൾ യൂസ് ചെയ്യണു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഞാൻ പറയുന്നത് ജെൻസി ക്രൗഡാണ്. അതിൽ തന്നെ കുട്ടികളാണ് ഇതിൻ്റെ വ്യൂവർഷിപ്പ് വരുന്നത്. ഏതെങ്കിലും ഒരു ചെക്കൻ വീട്ടിൽ നിന്ന് നാളെ തൊപ്പി ഗാങ്ങിൽ കയറാനാന്ന് പറഞ്ഞിട്ട് ബാഗും തൂക്കിയിട്ട് ഒരു 18 വയസ്സിൻ്റെ താഴെയുള്ള ഒരുത്തും പോയി കഴിഞ്ഞാൽ പണി പാളിയില്ലേ? ഓൻ അവിടെ എത്തണമെന്നില്ല തൊപ്പീൻ്റെ അടുത്ത്. ലാസ്റ്റ് ചെക്കനെ കാണാനില്ല എന്നിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ചെക്കൻ ഞാൻ തൊപ്പീനെ കണ്ട് പോയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലെയിമും എൻ്റെ തലയിൽ തന്നെ വന്നിരിക്കും. മനസ്സിലായ? അത് കുട്ടികളുടെ കേസ്. പക്ഷേ ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ ഫെയിം ചിന്തിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ ഇത് ഭയങ്കര മോശമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ചാൻസുകളുണ്ട്. ടാലൻ്റ് ഉണ്ട്, ടാലൻ്റ് എന്തെങ്കിലും ഫെയിം ആവും. ടാലൻ്റ് ഒരു ഗുണം അതാണ്, ടാലൻ്റ് ഫെയിം ആവും. ഫെയിം ആവണം എന്ന് ആഗ്രഹം മാത്രം ഉണ്ടാവും, ടാലൻറ്റ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പല ആളുകളും ഇൻ്റർവ്യൂസിന് വിളിക്കുമ്പോൾ, ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എന്നെക്കൊണ്ട് പറയുന്ന പണി, എന്നെ പറ്റുന്ന പണി എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഇതാണ് എൻ്റെ ടാലൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളാണ്. അതൊരു എൻ്റർടൈൻമെൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബിയസ്ലി മുന്നിൽ ഇപ്പോൾ പാട്ട് പാടിയിട്ടോ ഡാൻസ് കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിലൂടെ ഫെയിം ആവുന്നൊരു, ഇപ്പോൾ സിനിമയാണല്ലോ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഫെയിമിൻ്റെ ഏറ്റവും എന്താ പറയുക ടോപ്പിൽ നിൽക്കുന്ന സാധനം. ഓക്കെ, ആ ആഗ്രഹം വെച്ച് ലൈക്ക് എനിക്ക് അങ്ങനെ പോകാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കാറുണ്ട്, എന്തിന് നമ്മളതൊന്നും കാര്യമൊന്നുമില്ല, നമുക്ക് പറഞ്ഞ പണി ചെയ്യാൻ പറ്റും. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല. ചിലരുടെ മനസ്സിൽ എങ്ങനെ അവർക്ക് ആ ഒരു സെലിബ്രിറ്റി സിനിമ ലൈഫിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. അതിൻ്റെ ഞാൻ പറഞ്ഞ അതിൻ്റെ ഈ പരിപാടികളാണ് റീൽസ് എടുക്കുന്നത്, യൂണിവേഴ്സിൽ കയറുന്നത്, അതേത് യൂണിവേഴ്സ് പോകട്ടെ. അപ്പോൾ കേരളത്തിൽ കുറേ യൂണിവേഴ്സ് ഉണ്ട്, ആ യൂണിവേഴ്സ് കയറുന്നത്, ബിഗ് ബോസ് കയറുന്നത്, തുപ്പിൽ ലൈവ് പോകുന്നത്, ഇതൊക്കെ എൻഡ് ഓഫ് ദ ഡേ എന്താ വലിയ ഫ്രെയിമിൽ സിനിമ നടൻ അല്ലെങ്കിൽ അങ്ങനെ നടി, ആ രീതിയിൽ. അതാണ് ഒരു സെലിബ്രിറ്റിയുടെ ഒരു എന്താ പറയുക ഏറ്റവും പീക്ക് ലെവൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളുകൾ കൺസിഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് എത്ര പേർക്ക് പറ്റുന്നുള്ളതുണ്ടല്ലോ. മനസ്സിലായോ? പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാലോ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഈ ഒരു സംഗതി, ഈ ഒരു ഫോണ്, ക്യാമറ, നമുക്ക് ഇവിടെ കിട്ടുന്ന ലക്ഷറിയാണ് ഇവിടുത്തെ ഡാറ്റ, നെറ്റ്. ഇതുള്ളപ്പോൾ നല്ല ടാലൻ്റ് ആണോ? നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാം, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇത് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, ആരുടെങ്കിലുമൊക്കെ ഇപ്പോൾ തൊപ്പി പോലത്തെ ഒരാളെ കണ്ടാലോ, അല്ലെങ്കിൽ നാളെ നമുക്ക് അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉണ്ട്, സപ്പോർട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് സ്റ്റോറി ഇടാറുണ്ട്, ലൈക്കും കമൻറ്റും ഒക്കെ ഇടാറുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒരു പുഷ് എന്താണെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് എല്ലാവർക്കും കുറേ പോയിന്റ് ഇട്ട് കൊടുക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹൈപ്പ് ഇട്ട് കൊടുക്കലാണ് പോയിന്റ്. കാരണം നമ്മളൊരു കുറച്ച് പോയിന്റ്സ് ഒരാഴ്ചക്ക് ഇട്ട് കൊടുക്കാണ്ട് അത് ഇട്ട് കൊടുക്കും. അങ്ങനത്തെ പരിപാടികൾ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടോ? ടാലൻ്റ് ഉള്ളവർ രക്ഷപ്പെടും.
അത് ആ ടാലൻറ്റിന് ഒരു നാച്ചുറൽ ലോ ആണത്. ഇഫ് യു ഹാവ് ടാലൻറ്റ് നിങ്ങൾ സർവൈവ് ചെയ്യും. ടാലൻ്റ് ഇല്ല, നമുക്ക് ടാലൻറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു വാശി നമുക്കുണ്ട്, എന്നാലും നമുക്ക് രക്ഷപ്പെടാം. നമ്മുടെ ടാലൻറ്റ് എന്താണെന്നോ എങ്ങനെയാണെന്നോ റെക്കഗ്നൈസ് ചെയ്യാതെ ബാക്കിയുള്ളവരായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് അതിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴായിട്ട് കോമാളികളാവുന്നതും നമ്മളെല്ലാവരും പുച്ഛിക്കുന്നതും. പക്ഷേ അതൊക്കെ ഒന്നും കുഴപ്പമില്ലാതെ, അതൊന്നും ഒരു വിഷയമില്ലാന്ന് പറഞ്ഞ് പോണവരും ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ഷെ അവരുടെ കേസ് വേറെയാണ്. അവർ വേറെ യൂണിവേഴ്സ്, അതാ പറയുന്നത്, വേറെ യൂണിവേഴ്സ് ആൻഡ് യൂണിവേഴ്സിറ്റിയാണ് ആ സാധനമൊക്കെ. അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വരും, കാണുമ്പോൾ 10 ആൾ കമൻ്റ് ഇടും, അവർ അയ്യേ വിയ്യേ എന്ന് പറഞ്ഞിട്ട് പോകും. അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാനും ചെയ്യാനും ഇല്ലാത്ത യൂണിവേഴ്സാണ് അങ്ങനത്തെ കാര്യങ്ങൾ. അത് പിന്നെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം കണ്ടിട്ട് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ തൊപ്പിയുടെ ഈ MRG ഗ്യാങ്, ഈ ടീം എന്ന് പറയുന്നത് റിയൽ ടാലൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അവൻ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ പരിപാടി തുടങ്ങി വെച്ചത്. അത് റിയൽ ടാലൻസിന് കിട്ടുന്ന രീതിയിൽ തന്നെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യണം, അതിന് കുറേ റെസ്ട്രിക്ഷൻസ് വെക്കണം, പിന്നെ കുറേ കാര്യങ്ങൾ സോർട്ട് ചെയ്തിട്ട് വേണം. ഈവൻ ടീമിലെടുക്കുന്ന കാര്യം ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ MRC തൊപ്പി ഗ്യാങ്ങിക്ക് ടീമിക്ക് വേണ്ടത് നല്ലൊരു ഡോഗും ഒരു കേജിലൊരു ഡോഗാണ്. ഞാൻ പറയുമ്പോൾ സത്യത്തിൽ അവർക്ക് അതിൻ്റെ കുറവ്, അവർക്ക് സെക്യൂരിറ്റി ഇല്ല വീട്ടിനകത്ത്. നല്ലൊരു വിറ്റ്ബുള്ള് അല്ലെങ്കിൽ ഒരു കെയിൻ കോസോ, അക്കീറ്റ, എൻ്റെ ആക്സിഡൻ്റ് ആയ പോലെ ഒരു അക്കീറ്റ, ഈ സംഗതിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലേക്ക് വരണമെങ്കിലും വരാതിരിക്കുമല്ലോ. ഡേഞ്ചറാണ്. വീട്ടിലേക്ക് അങ്ങനെ വിളിച്ച് കൊണ്ടുപോകാനോ കയറ്റി കഴിഞ്ഞാലൊക്കെ പണിയാണത്, ഭയങ്കര പണിയുള്ള പരിപാടി. കാരണം ഒന്നാമത് ഇവിടെ കുട്ടികളോ നിൽക്കുന്നവൻ്റെ കൂടെ, മനസ്സിലായോ? അപ്പോൾ സീൻ പരിപാടികളാണ് അതൊക്കെ. പിന്നെ ചില ആളുകളുണ്ടാവും രാത്രി ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അടിച്ചും വലിച്ചും കയറ്റിയതിന് ശേഷം, ഓഹോ ഈ തൊപ്പിൻ്റെ ലൈവ് ഇങ്ങനെ വൈറലായി വന്നുകൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ ഓൻ്റെ വീട്ടിൽ പോയിട്ട് ആരെന്ന് നമുക്ക് നോക്കണമല്ലോ പറഞ്ഞ് ചില ടീം പോവും, അന്തം വിട്ട ടീം പോവും. അപ്പോൾ അതിനൊക്കെ ഞാൻ പറയുമ്പോൾ അതാണ് ഏറ്റവും നല്ല പരിപാടി. ഒരു ഡോഗിനെ വാങ്ങി വയ്ക്കുക ഏറ്റവും നല്ല പരിപാടി. ഗ്യാങ് ഇപ്പോൾ ഉള്ളത് സോളിഡ് ഗ്യാങ് ആണ്. അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ട്, പല കോമ്പോസും പല വ്യക്തികളെ ആളുകൾക്ക് ഇഷ്ടമുണ്ട് ഇൻഡിവിജ്വലായിട്ട്. അതായിരിക്കും നല്ലത്. എന്താണെങ്കിലും നല്ലൊരു ഇനീഷ്യേറ്റീവാണ് തൊപ്പി ചെയ്തു വെച്ചത്. പക്ഷെ അത് കറക്റ്റ് വേയിലൂടെ അവന് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ. ചില സാധനങ്ങളിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻട്രൂഡിങ് ഒക്കെ കാണും, അതൊക്കെ സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകും. എനിക്ക് കാണുന്ന എൻ്റെ പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, ഇഫ് യു ഹാവ് റിയൽ ടാലൻറ്റ്, നിങ്ങൾക്കത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ തന്നെ ഇപ്പം എന്താണ് സ്പേസ് ഉണ്ട്, മനസ്സിലായോ? റെക്കഗ്നീഷൻ കിട്ടും, ഫൈൻ. ഡെസ്പറേറ്റ് ആവരുത്, ഡിപ്രഷൻ അടിക്കരുത്, ഇനി അത്രേ പറയുള്ളൂ. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടോ നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, അത് ഏതെങ്കിലും വഴി കൂടി നിങ്ങൾ കഴിച്ചിലാവും. അപ്പോൾ തൊപ്പി ഗ്യാങ് അടിപൊളിയായിട്ട് പോട്ടെ. കണ്ടപ്പോൾ പറയണം തോന്നിയത്, കാരണം ഇനിയും നമ്മൾ ചിലപ്പം എന്താ പറയുക, കുറേ എണ്ണം ഇനിയും വെച്ച് വിടും ചിലപ്പോൾ തൊപ്പീൻ്റെ വീട്ടിൽ, പറയാൻ പറ്റില്ലേ. എന്തായാലും ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട് ഈ തൊപ്പി ടു നിഹാദ്, എന്താണെങ്കിലും സെറ്റാണ്.